അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ ചെന്നവര മീനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ അതിൻ്റെ ചെത്തമ്പലൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഈ മീൻ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ചെന്നവര, ചെങ്കലവ, അല്ലെങ്കിൽ മഞ്ഞക്കിളി, ചെമ്പല്ലി എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ചെമ്പല്ലി എന്നും ചെന്നവര എന്നൊക്കെ പറയും. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതായി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 7 മീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീൻ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ കറിയിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തും എടുക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ആ നാടൻ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ ഇടുന്ന സമയത്ത് കൂടി പോകരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ചെറിയ സ്പൂണിന് ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാവും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരണം. മുഴുവൻ ഉലുവയില്ല, ഉലുവ പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉലുവയെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 30 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതാണ് 30 എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 20 ഒക്കെ എടുത്താൽ മതിയാവും. ചെറിയ ഉള്ളിയിൽ തന്നെ ചെയ്തിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ മുഴുവനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് വയന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 3 എടുക്കുക, വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാവും. അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ തക്കാളി ഒന്നും വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതിൽ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ അധികം എരിവുണ്ടാവില്ല. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരു 10-15 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്. അതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ വയറ്റി വെച്ചതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് അങ്ങ് മാറ്റാം. ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. വീണ്ടും നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 8 വെളുത്തുള്ളി അല്ലികൾ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഒക്കെ എടുത്താൽ മതി. അതുപോലെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കരുത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുകയോ ചെയ്യുക. 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവക്കൊന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ചുവക്കൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 ഒക്കെ എടുത്താൽ മതിയാവും. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ച അരപ്പിൻ്റെ ബാക്കിയുണ്ട്, അവിടെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് അങ്ങ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജാറ് കഴുകിയ ഒരു 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതുവരെയ്ക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുടംപുളിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു 2 വലിയ കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വഴറ്റുന്ന സമയത്ത് തന്നെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്തിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഏത് പുളിയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പുളി എടുക്കുക. വാളംപുളിയാണെങ്കിൽ വാളംപുളി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി എടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. ഇതെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഈ മീൻ നല്ല സോഫ്റ്റ് ആണ്, പൊടിഞ്ഞു പോവും. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒരു 8 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മീൻകറി വേവിക്കാൻ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്പൂണിട്ട് ഇളക്കരുത്, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വേണോ നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് ഇതുപോലെ ഞെരടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മീൻകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടി ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പൊടിഞ്ഞൊന്നും പോവാതെ കറക്റ്റ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം മീൻകറി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്